ഈ കുഞ്ഞ് ഫൈബ്രോയിഡൊക്കെ പ്രഗ്നൻസി ഉണ്ടായാലും അല്ലെങ്കിൽ വലുതായാലും യൂഷ്വലി നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ അപൂർവമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഹലോ, ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പ്രഗ്നൻസിയിലുണ്ടായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവർക്കും ഭയങ്കര പേടിയാനുള്ള സംഭവമാണ്. അപ്പോൾ ആദ്യമേ ഞാൻ പറയാം, ഈ കുഞ്ഞ് ഫൈബ്രോയിഡൊക്കെ പ്രഗ്നൻസി ഉണ്ടായാലും അല്ലെങ്കിൽ വലുതായാലും യൂഷ്വലി നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ അപൂർവമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതെന്തെല്ലാമെന്ന് ഞാൻ പറയാം. അത് നിങ്ങൾ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. മിക്കവാറും പേഷ്യൻസൊക്കെ നമ്മൾ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കത്തില്ല പ്രഗ്നൻസി ആയി കഴിയുമ്പം നമ്മൾ റുട്ടീൻ സ്കാനിൻ്റെ സമയത്തായിരിക്കും ഫൈബ്രോയിഡ് ഉണ്ടെന്നൊക്കെ അറിയുന്നത്. യൂഷ്വലി ഇതെല്ലാം ചെറിയ ഫൈബ്രോയിഡ്സ് ആയിരിക്കും. അപ്പം ചിലതരം ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ സെൻട്രൽ പാർട്ടി വരുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ ചിലപ്പോൾ അത് അബോർഷൻസ് ഉണ്ടാക്കാം. അതായത് ഒരു 2 മാസമൊക്കെ ഒരു ബ്ലീഡിങ് ആയിട്ട് പ്രഗ്നൻസി മുഴുവൻ അബോർട്ട് ചെയ്ത് പോകാം. പിന്നെ ചില പേഷ്യൻസിന് പ്രഗ്നൻസി ആകാതിരിക്കാൻ പാടുണ്ടാകും. ഈ സെൻട്രൽ പാർട്ടിലൊക്കെ വരുന്ന ഫൈബ്രോയിഡ്സ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും. ഇംപ്ലാന്റേഷൻ അത് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ട്യൂബിനൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡ്സ് ഒക്കെ അതും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പ്രഗ്നൻസി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പ്രീടൈം ലേബർ അത് മാസം തികയാസവും നടക്കാറുണ്ട്. അപ്പം ഈ ഫൈബ്രോയിഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിന് പ്രീടൈം ലേബർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചില ഇഞ്ചക്ഷൻസും മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഡെലിവറിക്ക് ശേഷം ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ഹെമറേജ് ചിലപ്പോൾ നിൽക്കാത്തുള്ള ബ്ലീഡിങ് ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ ഡെലിവറി പ്ലാസൻ്റ് ചിലപ്പോൾ പോരാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് സാധാരണ ഫൈബ്രോയിഡ് പ്രഗ്നൻസിയിൽ കാണിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഭയങ്കര ഫൈബ്രോയിഡ് നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകും. അതിന് നമ്മൾ ഡീജനറേഷൻ അല്ലെങ്കിൽ റെഡ് ഡീജനറേഷൻ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള പാരാസെറ്റമോളോ അല്ലെങ്കിൽ ചിലതരം ഇഞ്ചക്ഷൻസോ കൊണ്ടൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഫൈബ്രോയിഡ് പ്രഗ്നൻസി വന്നുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ടയോ പാനിക്കാവേണ്ട ആവശ്യമില്ല. മോസ്റ്റ് ഓഫ് ദ ഫൈബ്രോയിഡ്സും എസിംപ്റ്റമാറ്റിക് ആയിരിക്കും. പിന്നെ ഒരു സംശയം, ഫൈബ്രോയിഡ് ഉള്ളവർക്ക് നോർമൽ ഡെലിവറി പോസിബിൾ ആണ് ഉള്ളത്. അങ്ങനെയല്ല. ഇപ്പം ഫൈബ്രോയിഡ് ഉള്ളവർക്ക് നമ്മൾ നോർമൽ ഡെലിവറി അറ്റൻഡ് ചെയ്യാം. സപ്പോസ് ഈ ഫൈബ്രോയിഡ് ഗർഭാശയത്തോട് ചേർത്ത് നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് സിസേറിയൻ ചെയ്യുള്ളൂ. അല്ലാതുള്ളവർക്കൊക്കെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസിന് നമ്മൾ നോർമൽ ഡെലിവറിയാണ് ട്രൈ ചെയ്യാറുള്ളത്.